ഇന്ന് ഞങ്ങളുടെ 10ാം വിവാഹ വാർഷികമാണ്. സാധാരണ രാവിലെ അമ്പലത്തിൽ പോകാറുള്ളതാണ്. ഇന്നതിപ്പോൾ വൈകിട്ടായി. തൃപ്രയാർ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് പോണേ. തളിക്കുളം സെൻറ്ററിലെ ബസ് സ്റ്റോപ്പ് ഒരു ഓട്ടോയിലും അത് കഴിഞ്ഞ് ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഓട്ടോയിൽ കയറിയിട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. നല്ല സുഖം. എന്നാൽ പിന്നെ തൃപ്രയാർ വരെ ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ തെക്ക് ഭാഗത്തായിട്ടാണ് തീർത്ഥക്കുളം ഉള്ളത്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തൃപ്രയാറാണ് നൈറ്റ് ട്യൂഷന് വരിക. അന്നേരം പുലർച്ചെ അമ്പലത്തിൽ തൊഴുന്നതിന് മുമ്പ് ഈ ക്ഷേത്രക്കുളത്തിൽ വന്ന് കുളിച്ചതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പായൽ പിടിച്ചിട്ടൊക്കെ കാണുന്നത്. മുമ്പ് എപ്പോൾ കാണുമ്പോഴും നല്ല ക്ലീനായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. കുറച്ച് ദിവസമായി തൃപ്രയാർ അമ്പലത്തിലൊക്കെ ഒന്ന് വന്നിട്ട്. എന്തായാലും അകത്ത് കയറി ഭഗവാനെന്ന് മനസ്സറിഞ്ഞ് തൊഴട്ടെ. മീനൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാലമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു. ഇന്ന് തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കുറച്ച് നേരം മനസ്സറിഞ്ഞ് തൊഴാൻ പറ്റി. നാലമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അമ്മ പറയായിരുന്നു, കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കായിരുന്നു എന്ന്. മറ്റേത് അമ്പലത്തിൽ പോയിട്ട് ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തൃപ്രയാർ അമ്പലത്തിൽ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെടി കൂട്ടണ കേട്ട് ഞെട്ടേണ്ടി വരും. നല്ല ഒരു ദർശനമായില്ലേ. ഇരിക്കുകയെന്ന് വെച്ചാൽ വെടി കേട്ട് മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും. അതാ പ്രശ്നം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൊന്ന് തൊഴുതു. ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ ഇതുവരെ ഞങ്ങൾ കയറാത്ത ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ശരവണ ഭവൻ. ഗൾഫിൽ നടക്കുന്ന യുദ്ധം കാരണം LPG ക്ഷാമം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയല്ലോ. ആ ഒരു സമയത്ത് ദോശ കിട്ടാണ്ടേ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഞാൻ ഇവിടെ ഈ ശരവണ ഭവനിലെത്തി. അന്ന് ഇവിടെ നിന്ന് ദോശ കഴിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇവിടെ വന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന്. അന്ന് എൻ്റെ കൂടെ ദീപു മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അമ്മയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ 3 പേരും ഇന്നത്തെ ഡിന്നർ ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. ആനിവേഴ്സറി പ്രമാണിച്ച് ദീപുവിനൊരു കണ്ടീഷൻ ഉണ്ട്, മധുരമുള്ള എന്തെങ്കിലും വേണം. ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ടല്ലോ. ദീപുവിനും അമ്മയ്ക്കും ഓരോ മസാല ദോശ, എനിക്ക് ബട്ടൂര. ഇതാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത്. വെച്ചോ. ഒരു വടല കഴിച്ചോ. എനിക്ക് വട്ടൂര മതി. കുറച്ച് മതി, ഒരു കഷ്ണം മതി. അമ്മയുടെ ദോശയിൽ നിന്ന് ഒരു പീസ് പൊട്ടിച്ച് ഞാനും ടേസ്റ്റ് നോക്കി. നല്ല കിട്ടില്ല ദോശയും ചട്നിട്ടാ, അടിപൊളി. ദീപുവിനും അമ്മയ്ക്കും ഞങ്ങൾക്ക് 3 പേർക്കും ദോശ നല്ല ഇഷ്ടമായി. അപ്പോഴാണ് അവൻ്റെ വരവ്. ഒരു ഗമണ്ടം ബട്ടൂര. നല്ല ആവി പറക്കണ വലിയ ബട്ടൂര കണ്ടോടെ ദീപുവിന് ചെറുതായിട്ട് കുശുമ്പിളകിട്ടാ. നല്ല ക്രിസ്പിയായിട്ടുള്ള ബട്ടൂരയും ആ ചന മസാലയും കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല ക്രിസ്പി ബട്ടൂര കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ബട്ടൂരാണ്ട് കൊതി മൂത്തപ്പോഴേ അമ്മയ്ക്കും ദീപുവിനും ഒരു ബട്ടൂര എക്സ്ട്രാ പറഞ്ഞു.
ഇല്ലയെന്ന് വെച്ചാൽ എൻ്റെ ബട്ടൂരെന്ന് അവർക്കൊരു പങ്ക് കൊടുക്കണ്ടേ. എനിക്കാണെങ്കിൽ ബട്ടൂര വളരെയധികം ഇഷ്ടമായി. നല്ല മസാല ദോശ എന്ന് ദീപു ഇടയ്ക്കിടയ്ക്ക് പറയണ്ടെങ്കിലും എനിക്ക് ബട്ടൂര മതിയാക്കാൻ പറ്റണില്ല. അത്രയും സ്വാദ്. ബട്ടൂര ദോശയിലേക്ക് പോകാൻ തോന്നില്ല എന്ന് വെച്ച് മസാല ദോശ കിട്ടിയാൽ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. കുറച്ചധികം മസാലയും ദോശയും കൂടി ഒരു പിടിയും കൂടി പിടിച്ചു. നല്ല അടിപൊളി. ചോന്ന ചട്നി എടുത്തിട്ട് വേണം. ചോന്ന ചട്നി ബട്ടൂര് അതും കിട്ടില്ല. പൊട്ടിക്കട്ടെ, പകുതി മതിയാക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചോ. മതി മതി. ചേട്ടാ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടോ? ഷെസ്വാൻ്റെ ഇല്ലല്ലേ? ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. 3 ചായ ലീബു എൻ്റെ അടിപൊളിയായില്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മ? നല്ല കൂടാ. ചേട്ടാ മധുരമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? പാഡയോ അങ്ങനത്തെ ജിലേബിയോ ഒന്നുമില്ല? ജ്യൂസ് ഷേക്ക് അങ്ങനൊന്നും ഇല്ലല്ലേ? ഷേക്ക് ഉണ്ടോ? അപ്പോൾ എന്ത് ഷേക്ക് ഉണ്ട്? അതേപോലെ അടിപൊളി സാധനമല്ലേ? മതി പിസ്ത മതിയില്ല? ഇതിലേതാ കാപ്പി? അമ്മയ്ക്ക് ചിലപ്പോൾ ഈ കാപ്പി ഇഷ്ടമാവും അല്ലേ? ബട്ടൂര പറഞ്ഞ ഞങ്ങൾ ഇതുവരെ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും, അതിപ്പോൾ ദോശയായാലും ബട്ടൂര ആയാലും ചന മസാല ആയാലും ചട്നി, സാമ്പാർ, ചായ, കാപ്പി എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ വരാനുള്ളത് ദീപുവിൻ്റെ പിസ്ത ഷേക്കാണ്. ദാ അതും എത്തി. ഇതുപോലൊരു കുഞ്ഞ് ഷെയ്ക്ക് മതി ദീപുവിനെ ഹാപ്പിയാക്കാൻ. ഹാപ്പിയാ? എന്ത് കഴിക്കുമ്പോഴും കുറച്ചെങ്കിലും ഞാനും കൂടി ടേസ്റ്റ് ചെയ്യണമെന്ന് ദീപുവിന് നിർബന്ധം. അങ്ങനെ ഞാനും പിസ്ത ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു. സംഗതി വെറുതെ അല്ല ദീപുവിന് ഇഷ്ടമായ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അടിപൊളിയായിട്ട്. പഞ്ചസാര ഒരു 5 കിലോ ഇട്ടുണ്ടോ? അത്രയും മധുരമുണ്ട്. നല്ല മധുരം അല്ലേ? ആണ് ദീപുവിന് നല്ല ഇഷ്ടമായി അല്ലേ? സ്പൂണൊക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീം ഒരു തിരണം. വെറുതെ ഇരിക്കുന്ന കാരണം ഞാനൊരു പൊറോട്ട കൂടി പറഞ്ഞു. ചന മസാലയുടെ കറി കുറച്ച് ബാക്കിയുണ്ട്, എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യണേ? അതും കൂട്ടി കഴിക്കാമല്ലോ. അടിപൊളി. ഈ ചുവന്ന ചമ്മന്തിയും പൊറോട്ടയും. പൊറോട്ട കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. ഫുഡ് നന്നായത് മാത്രമല്ല, നല്ല പെരുമാറ്റവും നല്ല സർവീസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. എന്തുകൊണ്ട് ഇത്രയും നാളും ഇവിടെ കയറിയില്ല എന്നാണ് ഇപ്പോൾ തോന്നണേ. തൃപ്രയാർ അമ്പലത്തിലെ നല്ലൊരു ദർശനവും ശരവണ ഭവനിലെ ഡിന്നറും എല്ലാം കൊണ്ടും ഞങ്ങളുടെ 10ാം ആനിവേഴ്സറി ഭംഗിയായി. വിവാഹം കഴിഞ്ഞ് 10 വർഷമായെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നണേ. ദീപുവിനെ എൻ്റെ ലൈഫിൽ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.
അതുവരയ്ക്കും ബായ്.